ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആസിഡുകളും ആൽക്കലിയും എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ആസിഡ് ഹാവ് ഡാഷ് ടേസ്റ്റ്. ആസിഡിന് എന്ത് രുചിയാണ് ഉള്ളത്? കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബിറ്റർ ടേസ്റ്റ് അഥവാ കാരരുചിയാണ്, സോർ ടേസ്റ്റ് അല്ലെങ്കിൽ പുളിരുചിയാണ്, സ്വീറ്റ് ടേസ്റ്റ് മധുരമാണ്, സാൾട്ടി ടേസ്റ്റ് കയ്പാണ്. എന്തായിരിക്കും ഉത്തരം? നമുക്കറിയാം മോരിൽ ആസിഡ് ഉള്ളത് നമുക്കറിയാം, വിനാഗിരിയിൽ ആസിഡ് ഉണ്ടെന്ന് നമുക്കറിയാം, ചെറുനാരങ്ങയിൽ ആസിഡ് ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ അതൊക്കെ ടേസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഏത് രുചിയാണ് അല്ലെങ്കിൽ ഏത് ടേസ്റ്റാണ് നമുക്ക് അവിടെ ഫീൽ ആയിട്ടുള്ളത്? യെസ്, വേറെ ഒന്നുമല്ലടാ, സോർ ടേസ്റ്റ് അല്ലെങ്കിൽ പുളിരുചി. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കാം. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ വെദർ എ സബ്സ്റ്റൻസ് ഈസ് ആസിഡ് ഓർ ആൽക്കലി? അതായത് ഒരു പദാർത്ഥം ആസിഡ് ആണോ അല്ലെങ്കിൽ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഏതൊക്കെയാണ്? കാർബൺ പേപ്പർ പറയുന്നുണ്ട്, ലിറ്റ്മസ് പേപ്പർ പറയുന്നുണ്ട്, പ്ലെയിൻ പേപ്പർ പറയുന്നുണ്ട്. ഇവയൊന്നുമല്ല, അതായത് നൺ ഓഫ് ദിസ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? കാർബൺ പേപ്പർ ആണോ, ലിറ്റ്മസ് പേപ്പർ ആണോ, പ്ലെയിൻ പേപ്പർ ആണോ? എന്തായിരിക്കും? നമുക്ക് ഈസി ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. നമ്മൾ അതിനു വേണ്ടി ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? നമ്മുടെ ലിറ്റ്മസ് പേപ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആസിഡിലെ ലിറ്റ്മസ് പേപ്പർ മുക്കുന്ന സമയം എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ബേസിൽ അല്ലെങ്കിൽ ആൽക്കലിയിലെ ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നും കൂടി ഇതിന്റെ കൂട്ടത്തിൽ മക്കൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്കറിയാം, രണ്ട് കളറിലാണ് സാധാരണഗതിയിൽ ലിറ്റ്മസ് പേപ്പർ കാണുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് റെഡ് കളറിലും ഒന്ന് ബ്ലൂ കളറിലുമാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഒരു ന്യൂട്രൽ സൊല്യൂഷൻ ആണെങ്കിൽ, അതായത് അതിന് ആസിഡിന്റെ സ്വഭാവവുമില്ല ആൽക്കലിന്റെ സ്വഭാവമില്ല, അങ്ങനെയാണെങ്കിൽ അത്തരം ഉള്ള ഒരു സൊല്യൂഷനിലേക്ക്, നോർമലി ഉള്ള വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഈ രണ്ട് നിറത്തിലുള്ള ഈ ലിറ്റ്മസ് പേപ്പർ മുക്കിയാലും അതിന്റെ കളറിന് യാതൊരുവിധ ചേഞ്ച് സംഭവിക്കില്ല. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ എന്താ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എടുത്തു, ആ സൊല്യൂഷനകത്തേക്ക് ഇതാണ്ട് റെഡ് കളറിലുള്ള ഒരു ലിറ്റ്മസ് പേപ്പറും അതുപോലെ ബ്ലൂ കളറിലുള്ള ഒരു ലിറ്റ്മസ് പേപ്പറും മുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. റെഡ് ലിറ്റ്മസ് പേപ്പർ റെഡ് കളറായിട്ടും ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ കളറായിട്ടുമാണ് നിൽക്കുന്നത്. ഇനി നേരെ മറിച്ച് നമ്മൾ ആസിഡ് സ്വഭാവമുള്ള ഒരു സൊല്യൂഷനകത്തേക്കാണ് ഈ ലിറ്റ്മസ് പേപ്പർ ഇടുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആസിഡിലാണെങ്കിൽ, അതായത് ആസിഡിൽ നമ്മൾ ഏത് കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ ഇട്ടാലും അത് റെഡ് കളറായിട്ട് മാറും. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ആസിഡിൽ നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ വെക്കുവാണെങ്കിൽ അത് റെഡ് തന്നെയായിട്ട് നിൽക്കും. അതായത് റെഡ് ലിറ്റ്മസ് പേപ്പർ റിമൈൻ റെഡ്, നോ കളർ ചേഞ്ച്. ഇനി അതേസമയം ആസിഡിൽ നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വെക്കുവാണെങ്കിൽ അത് എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും. ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്? ആസിഡില് ലിറ്റ്മസ് പേപ്പറിൽ ഏത് കളറ് ഏതായിട്ട് മാറും? ഏത് കളർ ആയിക്കൊള്ളട്ടെ, അത് റെഡ് കളറായിട്ട് മാറും. ഇനി അങ്ങനെയാണെങ്കിൽ നേരെ മറിച്ച് നമ്മുടെ ഈ പറയുന്ന ബേസ് എടുത്തു, അതായത് ആൽക്കലി എടുത്തു. ആൽക്കലിയിൽ ഇതുപോലെ ഏത് ലിറ്റ്മസ് പേപ്പർ ഇട്ടാലും ഏത് കളറിലേക്ക് അത് കൺവേർട്ട് ചെയ്യും? ബ്ലൂ കളറിലേക്ക് അത് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ഇതാണ്ട് ബേസ്, അതായത് ആൽക്കലി എന്ന് പറയുന്ന സൊല്യൂഷൻ ഇട്ടു. അതിനകത്ത് ഇതാ രണ്ട് ഡിഫറെന്റ് കളറിലുള്ള ലിറ്റ്മസ് പേപ്പർ ഇട്ടു. അങ്ങനെ ലിറ്റ്മസ് പേപ്പർ ഇട്ട സമയത്ത് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആയിട്ടും ബ്ലൂ ലിറ്റ്മസ് പേപ്പർ വീണ്ടും ബ്ലൂ ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ അതേ കളറിൽ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ലിറ്റ്മസ് പേപ്പറിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് കൂട്ടുകാർ ഓർത്തിരിക്കുക. ന്യൂട്രൽ ആണെങ്കിൽ നോ ചേഞ്ച് ആണ്, ആസിഡിലാണെങ്കിൽ ഏത് കളർ ആണെങ്കിലും അത് റെഡ് കളറിലേക്ക് മാറും. അതുപോലെ തന്നെ ആൽക്കലി അല്ലെങ്കിൽ ബേസിലാണെങ്കിൽ ഏത് കളർ ലിറ്റ്മസ് ആണെങ്കിലും അത് ബ്ലൂ കളറിലേക്ക് മാറും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The substances used to identify acid or alkali are known as. ആസിഡുകളെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ എന്ന് പറയുന്നുണ്ട്, സാൾട്ട് അല്ലെങ്കിൽ ലവണം എന്ന് പറയുന്നുണ്ട്, വാട്ടർ അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നുണ്ട്. നൺ ഓഫ് ദിസ്, ഇവയൊന്നുമല്ല. എന്താണ് ഇതിന്റെ ആൻസർ? ഈ ആസിഡിനെയും ആൽക്കലിനെയും വേണ്ടി നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളാണ്. അപ്പം ആൻസർ ഓർത്തിരിക്കുക. ഈ സൂചകങ്ങൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ,
ഇവിടെ നിങ്ങൾ നോക്കിയേ, നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നമ്മുടെ മഞ്ഞൾ ഒരു ഉദാഹരണമാണ്. പിന്നെ ലിറ്റ്മസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് സൂചകങ്ങളുണ്ട്. അതിന് എക്സാമ്പിളാണ് മീത്തൈൽ ഓറഞ്ചും ഫിനോഫ്തലിനും ഉണ്ട്. പിന്നെ ഓൾ ഫാക്ടറിയിൽ, അതായത് ഒനിയൻ, ഉള്ളി എന്ന് പറയുന്നതും എന്താണ്, ഒരു എക്സാമ്പിളാണ്. അപ്പം ഇൻഡിക്കേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിന് കുറച്ച് എക്സാമ്പിൾസ് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ആസിഡ് ഓർ ആൽക്കലൈൻ നേച്ചർ ഓഫ് സബ്സ്റ്റൻസസ്. അതായത് പദാർത്ഥങ്ങളുടെ ആസിഡും ആൽക്കലി എന്നിവയുടെ സ്വഭാവം തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്, എന്ത് ഉപയോഗിച്ചിട്ടാണ്, അതാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ബാരോമീറ്റർ, പിന്നെ ഇതാ പറയുന്നു ഹൈഡ്രോമീറ്റർ, പിന്നെ ഇതാ pH സ്കെയില്, പിന്നെ തെർമോമീറ്റർ. ഏതായിരിക്കും ആസിഡിന്റെയും ആൽക്കലിന്റെയും ഒക്കെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി? എന്താണ്? യെസ്, pH സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം pH സ്കെയിൽ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്താ ആലോചിക്കണം, ന്യൂട്രൽ ആയിട്ടുള്ള സൊല്യൂഷനിൽ pH എത്രയാണ്? 7 ആണ് കേട്ടോ. ന്യൂട്രൽ ആയിട്ടുള്ളതിൽ എത്രയാണ്? 7 ആണ് pH. ഇനി 0 to 6 അല്ലെങ്കിൽ 0 to 7 ആ ഒരു റേഞ്ച്, 0, 1, 2, 3, 4, 5, 6, ആ 6 വരെയുള്ള pH എന്ന് പറഞ്ഞാൽ ഏതാണ്? ആസിഡ് സ്വഭാവമാണ് കാണിക്കുന്നത്. ഇനി 7 കഴിഞ്ഞിട്ട് 14 വരെയുള്ളത് ഏതാണ്? ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവമാണ് കാണിക്കുന്നത്. അതും ഓർത്തിരിക്കുക കേട്ടോ. അപ്പം 7 എന്താണ്, അപ് ടു 7 വരെ എന്താണ്, അതിനുശേഷം 7 കഴിഞ്ഞിട്ട് എന്താണ് എന്നും കൂട്ടുകാർ ഓർത്തിരിക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഏതിനും സസ്യത്തിൽ നിന്ന് എടുക്കുന്ന ചായമാണ് ലിറ്റ്മസ്. അതായത് നമ്മൾ പറഞ്ഞു ലിറ്റ്മസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഒരു പേര് നമുക്ക് കേട്ട് പരിചയമായി. അപ്പം ലിറ്റ്മസ് എന്ന് പറയുന്നത് ഏതിനം സസ്യത്തിൽ നിന്നാണ് എടുക്കുന്നത്? ഓപ്ഷൻസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ലൈക്കൺ ഉണ്ട്, ആൽഗയുണ്ട്, മോസ്, ഇനി ഇവയൊന്നുമല്ല. ഏതാണ്? പഠിച്ചു വെക്കുക. ലൈക്കൺ എന്ന് പറയുന്ന സസ്യത്തിൽ നിന്നാണ് ലിറ്റ്മസ് എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ആസിഡുകളുടെ രാജാവ്. അതായത് വിച്ച് ആസിഡ് ഈസ് നോൺ ആസ് കിങ് ഓഫ് ആസിഡ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നൈട്രിക് ആസിഡ് ആണോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ, അസറ്റിക് ആസിഡ് ആണോ, സൾഫ്യൂരിക് ആസിഡ് ആണോ? ഏതാണ് ആസിഡുകളുടെ രാജാവ്? പഠിച്ചു വെച്ചോ മക്കളെ, സൾഫ്യൂരിക് ആസിഡ് ആണ് ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് ഇതാണ്, ഹൈഡ്രജൻ എന്ന വാതകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഓർത്തിരുന്നോ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ ഒരു വാതകം കണ്ടെത്തിയത് ആരാണ്? ഹൈഡ്രജന്റെ മീനിങ് എന്താണ്? ഹൈഡ്രജന്റെ ആ ഒരു പദം നൽകിയത് ആരാണ് എന്നൊക്കെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം കണ്ടെത്തിയത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി ഉണ്ട്, ജോസഫ് ബ്ലാക്ക് ഉണ്ട്, ലവോസിയർ ഉണ്ട്, ഹെൻറി കാവൻഡിഷ് ഉണ്ട്. എന്താണ് അതിന്റെ ഉത്തരം? ആൻസർ എന്ന് പറയുന്നത് ഹെൻറി കാവൻഡിഷ് ആണ് കേട്ടോ. അദ്ദേഹമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകം കണ്ടെത്തിയത്. ഇനി അടുത്തത് ഇതാണ്, ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? വാതകം കണ്ടെത്തിയ ആളല്ല നമുക്ക് ഈ ഒരു പേര് പ്രദാനം ചെയ്തത്. ആരാണ് പേര് നൽകിയത്? ലവോസിയർ ആണോ, ഹെൻറി കാവൻഡിഷ് ആണോ, സൊറാൻസൺ ആണോ, അല്ലെങ്കിൽ ഇവരാരുമല്ല, ഇവരൊന്നുമല്ല, വേറൊരാളാണോ? എന്താണ് ആൻസർ? ആ ഒരു പേര് നൽകിയ വ്യക്തി നമ്മുടെ ലവോസിയർ ആണ്. ഓക്കെ, അപ്പൊ ആരാണ് കണ്ടുപിടിച്ചത്, പേര് നൽകിയത് ആരാണ് എന്ന് നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കണം. ഇനി അടുത്തത്, ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. യെസ്, അപ്പൊ ആസിഡിനെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. അപ്പൊ ആസിഡും ലോഹവും മെറ്റലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്സിജൻ ആണോ, ഹൈഡ്രജൻ ആണോ, നൈട്രജൻ ആണോ, അല്ലെങ്കിൽ ഇവയൊന്നുമല്ലയോ? ഏതായിരിക്കും ഇതിന്റെ ആൻസർ? നമുക്ക് നോക്കിയാൽ അറിയാം. ആസിഡ് മെറ്റൽ അല്ലെങ്കിൽ ലോഹവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സാൾട്ട് അല്ലെങ്കിൽ ലവണം ഉണ്ടാവുന്നു. അതിന്റെ കൂടത്തിൽ തന്നെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവുന്നു. അപ്പൊ ആൻസർ കിട്ടി. ഏതാണ് നമ്മുടെ ആൻസർ? ഏത് ഗ്യാസ് ആണ് ഉണ്ടാവുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജൻ ഗ്യാസ് മാത്രമാണോ ഉള്ളത്? അല്ല, സാൾട്ട് അല്ലെങ്കിൽ ലവണവും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതിന് പ്രത്യേകത എന്താണ് എന്നും കൂടി ഓർത്തിരിക്കുക. ബേണിംഗ്, അത് നിങ്ങൾ ആ ഒരു ഹൈഡ്രജൻ ഗ്യാസിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത്, ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഓക്കെ, യെസ്, വാട്ട് ഡസ് ദ വേർഡ് ഹൈഡ്രജൻ മീൻ? ഹൈഡ്രജന്റെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സാൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് സാൾട്ട് ആണോ? പ്രൊഡ്യൂസ് ആസിഡ്, ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്, പ്രൊഡ്യൂസ് വാട്ടർ, ജലം ഉൽപ്പാദിപ്പിക്കുന്നത്, ഇവയൊന്നുമല്ല. എന്താണ് ഹൈഡ്രജൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നതാണ് കേട്ടോ. ഓർത്തിരിക്കുക, പ്രൊഡ്യൂസസ് വാട്ടർ.
ഓക്കെ, ഇനി ഇതാണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് വേണേ നോക്കാം. ആസിഡുകളും കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞു ആസിഡും അതുപോലെ തന്നെ മെറ്റലുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ആസിഡും അതുപോലെ തന്നെ കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? അതാണ് ചോദ്യം. ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, നൈട്രജൻ. ആൻസർ എന്താണ്? ഓർത്തു വെച്ചോ മക്കളെ, ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ആസിഡ് കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? മെറ്റൽ കാർബണേറ്റ് ഉണ്ട്, ആസിഡ് ഉണ്ട്. ഇത് രണ്ടും കൂടെ പ്രവർത്തിച്ചിട്ട് സാൾട്ട് അല്ലെങ്കിൽ ലവണം ഉണ്ടാവുന്നു. അത് കൂടാതെ വെള്ളം, വാട്ടർ ഉണ്ടാവുന്നു. അതിന്റെ കൂടെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ഏകദേശം ആസിഡിനെ പറ്റിയും ആൽക്കലിനെ പറ്റിയും കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മറക്കാതെ പഠിച്ചിട്ട് വേണം എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവാൻ. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.